ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी विषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय बुद्रे श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे। गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അപ്പൊ നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 11, ദ യൂണിവേഴ്സൽ ഫോം. അർജുന ഉവാച മദ് അനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മ സംനിധം യത് തയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മ സംനിധം യത് ത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. ഹരേ കൃഷ്ണ. रूपेश्वरी माता जी. हरे कृष्ण प्रभु जी. अर्जुन उवाच मदनुग्रहाय परमं गुह्यमध्यात्मसंज्ञितं यत्त्वयोक्तं वचस्तेन मोहोऽयं विगतो मम. ओके, पार्वती माता जी. अर्जुन उवाच मदनुग्रहाय परमं गुह्यमाध्यात्मसंज्ञितं यत्त्वयोक्तं वचस्तेन मोहोऽयं विगतो मम. हरि बोल. सिमे माता जी. സിമി മാതാജി ഇല്ലേ അവിടെ? ഓക്കെ, കുഴപ്പമില്ല. രൂപേശ്വരി മാതാജി എന്റെ ട്രാൻസ്ലേഷൻ വായിച്ചോളൂ. ഇംഗ്ലീഷിലോ പ്രഭുജി? എന്തായാലും മലയാളത്തിൽ ഏതാണ്? അർജുനൻ പറഞ്ഞു, പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് അങ്ങ് എനിക്ക് ദയാപൂർവം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എന്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. Arjuna said, by my hearing the instructions you have kindly given me about these most confidential spiritual subjects, my illusion has now been dispelled. So, 10 അധ്യായം വരെ ഭഗവാൻ അർജുന ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു, ഒരുപാട് സിദ്ധാന്തങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം മനസ്സിലാക്കിയപ്പോ എന്താണ് അർജുൻ പറഞ്ഞു? എൻ്റെ എല്ലാ വ്യാമോഹങ്ങളും നശിച്ചു, ഇനി എൻ്റെ ഇല്യൂഷൻ എല്ലാം പോയി. ഓക്കെ, അത് എസ്പെഷ്യലി ഏതാണ്? യു ഹവ് കൈൻഡ്ലി ഗിവൺ മി അബൌട്ട് ദീസ് മോസ്റ്റ് കോൺഫിഡൻഷ്യൽ സ്പിരിച്വൽ സബ്ജക്ട്സ്. മോസ്റ്റ് കോൺഫിഡൻഷ്യൽ, ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം അല്ലെ. ആ ആദ്യം ചെറിയ ഡോസ് കൊടുത്ത് ഇത് വലിയ ഡോസിലേക്ക് എത്തി. ആദ്യം സാധാരണ ധർമ്മ അർത്ഥ കാമ മോക്ഷ അല്ലേ. പിന്നെ എന്താണ് ഏറ്റവും അതിലുപരിയായിട്ടുള്ളത്? ഭഗവാന്റെ പ്രേമം, അതായത് ഭഗവത് ഭക്തിയുത സേവനം. അത് 9th ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് കൊടുത്തത് അല്ലെ. ഇങ്ങനെ ഭഗവാന്റെ ഓപ്പണൻസിനെ പറ്റിയിട്ട്,
പിന്നെ ഭഗവാന്റെ ഡിവോഷൻ സർവീസിനെ പറ്റിയിട്ട് ആരാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭക്തൻ, ഭഗവാനെ ഏറ്റവും പ്രിയമായിട്ടുള്ള ഭക്തൻ ആരാണ്, ഒരുപാട് അല്ലെ ഡിവോഷൻ സർവീസിനെ പറ്റി, ഓപ്പറൻസിനെ പറ്റിയിട്ട്, കോൺഫിഡൻഷ്യൽ നോളജിനെ പറ്റി ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. കർമ്മയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അർജുൻ മനസ്സിലായി. ഇതെല്ലാം പറഞ്ഞു തന്നെങ്കിലും ഏറ്റവും ഗുഹ്യമായിട്ടുള്ളത്, തമമായിട്ടുള്ളത്, മോസ്റ്റ് കോൺഫിഡൻ്റ് ആയിട്ടത് ഭഗവാനെ ഭക്തി പുരസ്സരം സേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മോസ്റ്റ് കോൺഫിഡൻറ്റ് സ്പിരിച്വൽ സബ്ജക്റ്റിനെ പറ്റി ഞാൻ കേട്ടപ്പോൾ എൻ്റെ എല്ലാ വ്യാമോഹങ്ങളും നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സോ ടെക്സ്റ്റ് 2. ഹരീഷ് പ്രഭുജി, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറയൂ. പ്രഭുജി, അപ്പൊ ശരിക്കും ഒരു പുതിയൊരാള് നമ്മൾ ഈ 3-ാമത്തെ അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഡൗട്ട് തോന്നില്ലേ? അപ്പൊ ഭഗവാൻ ആ സമയത്തൊക്കെ കർമ്മയോഗത്തിനെ കുറിച്ചൊക്കെ അല്ലേ മീൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചിലതൊക്കെ എവിടെയൊക്കെ കർമ്മയോഗം ഇത് ചെയ്താൽ മതി, ഡെമി ഗോഡ്സിന്റെ അങ്ങനെ എവിടേക്കോ അങ്ങനെ മെൻഷൻ ചെയ്യില്ലേ? അപ്പൊ ഒരു അറിയാത്ത ഒരാളായ അത് ഇത് അവിടെ ഡെമി ഗോഡ്സിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഏതോ ഒരു ശ്ലോകം വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഡൗട്ട് തോന്നാറുണ്ട്. അങ്ങനെ തോന്നാറില്ലേ? തീർച്ചയായിട്ടും. അതായത് അതും ഒരു ലോവർ ഗ്രേഡിലുള്ള അതും ഭക്തി തന്നെയാണ്, ഇൻഡയറക്ട്ലി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അങ്ങനെ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ, യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കണക്ട് ചെയ്യും അല്ലെ, ഭഗവാനായിട്ട് ലിങ്ക് ചെയ്യും. യോഗ അവിടെ വന്നിട്ട് അത് ഒരു ഡിവോഷൻ സർവീസ് ആണ്. പക്ഷെ അവിടെ നമ്മുടെ കൂടുതലും എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ ഭൗതിക തലത്തിൽ ആഗ്രഹങ്ങൾ വേണ്ടിയിട്ടാണ്, ഭഗവാനെ ഡെമി ഗോഡ്സിനാണെങ്കിലും കൂടി. പക്ഷെ അങ്ങനെ പതുക്കെ ഓരോ പടി ചവിട്ടി നമ്മൾ അതിന്റെ ഉത്തമമായിട്ടുള്ള ആ സ്റ്റേജിലേക്ക്, തലത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരാളോട് ഈ ഭക്തിയോഗത്തിനെ പറഞ്ഞാൽ, അതായത് എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട്, യാതൊരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഭക്തി ചെയ്യണം പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മളും കൂടി ഒരു പുതിയ ആൾ വരുമ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട, വെറും ചാൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഭൗതിക ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനോട് പറഞ്ഞാൽ മതി. അപ്പോഴും നമ്മൾ പറയുന്നത് അത് പൂർണ്ണമായിട്ടുള്ളതല്ല. കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അവര് പൂർണ്ണമായിട്ടുള്ള, നമ്മളിപ്പോ ഇത്രയും മനസ്സിലാക്കിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, അറിയാം തിയററ്റിക്കലി. പക്ഷെ നമ്മൾ അത് ഇന്റർനലൈസ് ചെയ്തിട്ടില്ല, റിയലൈസ് ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല, അസിമുലേറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ റിലീഷ് ചെയ്യാത്തത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും റിലീഷ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഭക്തി മാർഗം? കാരണം നമ്മളത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, തിയറിയാണ് പഠിച്ചിരിക്കുന്നത്, അതിനെ ഇന്റേണലൈസ് ചെയ്തിട്ടില്ല. അപ്പോ അതിനെ റിയലൈസ് ചെയ്തിട്ടില്ല, അതിനെ അപ്ലൈ ചെയ്തിട്ടില്ല, അസിമുലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് റിലീഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കും തിയററ്റിക്കലി അറിയാമെങ്കിലും അത് പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു ബിഗ് സീറോ ആണ്, എനിക്ക് പറയാൻ പറ്റും. തിയറി പറയാം അല്ലെ, ഫിലോസഫി പറയാം, ഭഗവാൻ പറയുന്നത് അത് അതായത് തത്തമ്മ എന്താ പറയുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നില്ലേ തത്തകള്, അതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ദിവസം നമ്മള് പ്യൂരിഫൈ ആവും. പിന്നെ അതായത് ഭക്തന്മാരുടെ ഇടയിൽ അങ്ങനെ നമ്മളത് സംസാരിക്കുമ്പോൾ ആ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മൾ അറിയാതെ തന്നെ നടക്കും. അങ്ങനെ പലതും നമുക്ക് കുറേശ്ശെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇതെല്ലാം ഇത് പറയുന്നതും കേൾക്കുന്നതും ഇതെല്ലാം നമ്മൾ അത് റിയലൈസ് ചെയ്തിട്ടല്ല. നമ്മൾ എന്താണോ പ്രോവാദ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ വെച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് കർമ്മയോഗമാണ് ശരി, ധ്യാനയോഗമാണ് ശരി, ഭക്തിയോഗമാണ്, ജ്ഞാനയോഗം ഏതാണെങ്കിലും ശരി, ഇതൊക്കെ ഓരോരുത്തരുടെ ആ കോൺഷ്യസ്നെസ് അനുസരിച്ചിട്ട് അതിനെ പിടിക്കും. അപ്പൊ ആ ഒരു തത്വം വന്നാൽ ഇത് ഭഗവാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം നമ്മളുടെ ഗുണം എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. സാത്വികൻ, നിങ്ങളിപ്പോ നോൺ വെജിറ്റേറിയനെ പറ്റി എത്ര സംസാരം ചെയ്യാലും ശരി, ഓക്കെ, അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ നേരെ മറിച്ച് സാത്വികമായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് സ്റ്റഫിനെ പറ്റിയിട്ട് ജ്യൂസോ ഫ്രൂട്ട്സോ പറഞ്ഞാൽ അവർ അതിനെ പറ്റി സംസാരിക്കുക, എത്ര വേണമെങ്കിൽ സംസാരിക്കും. കാരണം വെച്ചാൽ അവര് ആ ഗുണത്തിനായിട്ടാണ് അവരുടെ ആ ഒരു അറ്റാച്ച്മെന്റും റിലേഷനും ഉള്ളത്. അപ്പൊ ഓരോരുത്തരുടെ ഗുണം അനുസരിച്ചിട്ട് എന്താണോ ആ സബ്ജക്ട് മാറ്ററിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. തമോ ഗുണത്തിലാണെങ്കിൽ, തമോ ഗുണത്തിലാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം. രജോ ഗുണത്തിലാണെങ്കിൽ രജോ ഗുണത്തിൽ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളോടാണ് താല്പര്യം അല്ലേ? അതേപോലെ സത്വഗുണത്തിൽ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഭഗവാൻ അറിയാം,
പല ആൾക്കാരും പല ഗുണങ്ങളിലാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ആ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അതാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം. ബേസിക്കലി ധർമ്മം ചെയ്യണം. ഓക്കെ, അത് ചിലപ്പോൾ അർത്ഥത്തിനായിരിക്കാം, കാമത്തിനായിരിക്കാം, പിന്നീട് അത് മോക്ഷത്തിലേക്ക് എത്തും. മോക്ഷത്തിലെത്തി കഴിഞ്ഞാൽ പിന്നീട് അത് ഭക്തിയിലേക്ക് എത്തും. ഭഗവാൻ അറിയാം. അപ്പൊ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഭഗവാൻ എന്റർടൈൻ ചെയ്യണം. അല്ല, ഞങ്ങൾക്ക് ഭക്തിയോഗം ചെയ്യുന്ന മാത്രം ആൾക്കാർ മതി, ബാക്കി എല്ലാവരും എൻ്റെ ആരുമല്ല, എനിക്ക് യാതൊരു ബന്ധമില്ല അങ്ങനെ ഭഗവാൻ പറയും? ഇല്ല, ഒരിക്കലും പറയില്ല. ഭഗവാനെ എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് വേണം. പക്ഷെ ചില ആൾക്കാരെ പെട്ടെന്ന് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് സമയം എടുക്കും. അപ്പൊ അവരെ അലൂർ ചെയ്യണം, അവരെ പ്രലോഭനം ചെയ്യണം. എന്താണ് പ്രലോഭനം ചെയ്യാൻ? നിങ്ങൾ ഇന്ന ചെയ്താൽ, ഇന്ന യജ്ഞം ചെയ്താൽ, അല്ലെങ്കിൽ കർമ്മം ചെയ്താൽ, ഇന്ന യാഗം ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റ് കിട്ടും, ഗുണം കിട്ടും ഭൗതിക തലത്തിൽ. അപ്പൊ അത് കൂടെ അവരെ പ്യൂരിഫൈ ചെയ്യാൻ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ കർമ്മവും വിജ്ഞാനവും ധ്യാനവും അതേപോലെ ഭക്തിയും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ഗുണം എന്താണോ അതനുസരിച്ച് അത് ക്യാച്ച് ചെയ്യും. ഓക്കെ, ചില ഫ്രീക്വൻസിയിൽ നമുക്ക് റേഡിയോ സ്റ്റേഷൻ കിട്ടുള്ളൂ. ഓരോരുത്തർ ഫ്രീക്വൻസി ഉണ്ട് അല്ലേ? നമ്മളുടെ ഫ്രീക്വൻസി എന്താണ്? തമോ ഗുണമാണോ, രജോ ഗുണമാണോ, സത്വഗുണമാണോ? അതനുസരിച്ചിട്ട് ആ ഫ്രീക്വൻസി നമ്മൾ പിടിക്കും. അപ്പൊ ഭഗവാൻ എല്ലാം പറയുന്നുണ്ട്. പക്ഷെ പ്രഭുപാദരെ പർപ്പോട്ട് ഈവൻ കർമ്മ ആയാലും ശരി, ജ്ഞാനം ശരി, അതിനെന്ത് ചെയ്യുന്നു? അതിനെല്ലാം ഭക്തിയാക്കിയിട്ട് നമുക്ക് തരുന്നു. അതാണ് പ്രഭുപാദര ഒരു ഗുണം. ഈവൻ കർമ്മത്തിലും പ്രഭുപാദ ഭക്തിയാണ് ഊന്നി പറയുന്നത്, കർമ്മയോഗ ആണെങ്കിലും കൂടി. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ ഭക്തിയിലേക്ക് എത്തണം. അപ്പോൾ അതിങ്ങനെ ഹാമർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്തിയാണ് അൾട്ടിമേറ്റ്, ഭക്തിയാണ് അൾട്ടിമേറ്റ് എന്ന് ഹാമർ. കർമ്മം ചെയ്തോളൂ, പക്ഷെ എന്താണ്? നിങ്ങൾ കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ മധ്യം നിർത്തി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും. അപ്പൊ നമ്മുടെ കാര്യം ഭൗതിക തലത്തിലെ കാര്യം സാധിക്കും, അതേപോലെ ഭഗവത് പ്രീതി നേടാനും അത് സഹായിക്കും. നേരെ മറിച്ച് വെറും കർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിൽ ഭഗവാൻ ഇല്ലെങ്കിൽ അതെന്തായി? അത് കർമ്മകാണ്ഡി. അപ്പൊ നമുക്ക് ആ ഒരു ഇന്ദ്രിയ ആസ്വാദനം മാത്രമേ കിട്ടുള്ളൂ, ഭഗവത് പ്രാപ്തി, ഭഗവത് പ്രേമം, ഭഗവത് പ്രീതി കിട്ടില്ല. അപ്പൊ പ്രഭുപാദ ആ കർമ്മത്തിനെയും ജ്ഞാനത്തിനെയും ധ്യാനത്തിനെയും എല്ലാം അതെന്താണ്? കൃഷ്ണാവബോധത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ കൺഫ്യൂഷൻ പറഞ്ഞാൽ, ഈ മറ്റുള്ള ആളുകൾ, ഈ നമ്മുടെ സമ്പ്രദായത്തിൽ ഇല്ലാത്തവര് കൺഫ്യൂഷൻ ആവുന്നതിന് കാരണമാവുന്നില്ലേ ഈ കർമ്മയോഗം എന്നൊക്കെ പറഞ്ഞു? അവര് കർമ്മയോഗത്തിന് കർമ്മമായിട്ട് കാണും, പക്ഷെ അങ്ങനെയും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും. എന്ത് ചെയ്യുമ്പോഴും അതല്ലേ ഭഗവാൻ പറയുന്നത്, യത് കരോസി യത് സ്നാസി യത് ജുഹാസി ദദാസി യത് തപസ്യസി കൗന്ദയ തത് പുരുഷമം. എന്ത് ചെയ്യണം? എനിക്ക് ഓഫറിംഗ് ആയിട്ട് ചെയ്യൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കർമ്മമാണെങ്കിലും അത് പതുക്കെ പതുക്കെ ഭക്തിയായിട്ട് മാറും. അപ്പൊ അവിടെ പ്യൂരിഫിക്കേഷൻ അവർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഒന്നും ചെയ്യണ്ട, ഒന്നും എനിക്ക് തരണ്ട, ഭഗവാൻ എല്ലാം ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാം, നിങ്ങൾ അതിന്റെ എടുത്തോളൂ, കർമ്മഫലം എടുത്തോളൂ. പക്ഷെ പ്രീതി എനിക്ക്, അതായത് ഭഗവാൻ സമർപ്പണം. ഗോവിന്ദ സ്വാഹ അല്ലെ, ആ ബ്രാഹ്മണന്റെ കഥ പറഞ്ഞ പോലെ. ഒന്നും, അതായത് ആ പുഷ്പം ഏതാനും പോയി, ആ മഴയത്ത് കയ്യിൽ നിന്ന് വീണ് പോയി, താഴെ പുഴയിൽ പോയി, അപ്പൊ ഏതായാലും പോയി, ഇനി അറ്റ്ലീസ്റ്റ് അത് സമർപ്പിക്കാം, ഗോവിന്ദ സ്വാഹ. അങ്ങനെയെങ്കിലും ആ ഗോവിന്ദനെ ഒന്ന് ഓർക്കാം, അങ്ങനെയെങ്കിലും നമുക്ക് ഒരു അജ്ഞാത സുഹൃത്തിയെങ്കിലും കിട്ടട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. പൊതുവെ എന്ത് ചെയ്യുന്നതും ഭഗവാന്റെ പ്രീതിക്ക് ചെയ്യാൻ വേണ്ടി പറയും. ഒന്നും തരണ്ട, ഭഗവാന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലേ. പക്ഷെ അത് നമ്മളുടെ പ്യൂരിഫിക്കേഷന് ഒരു തുണയാകും അങ്ങനെ ചെയ്യുമ്പോൾ. അതാണ് പറയുന്നത് ഭഗവാൻ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ ആ പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടുള്ള തലത്തിലേക്ക് പോകും, പതുക്കെ പതുക്കെ. അപ്പൊ പെട്ടെന്ന് പോവില്ല. നമ്മളിപ്പോ ഒരു പുതിയ വ്യക്തി വന്നാലും ശരി, നമ്മളൊന്നും ചെയ്യണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്താണ് ചെയ്യുന്നത് ചെയ്താൽ മതി. അതിന്റെ ഇടയിൽ കൂടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ, രാധാറാണിയുടെ നമുക്ക് കൃപാകടാക്ഷം കിട്ടും. അങ്ങനെ കൃപാകടാക്ഷം കിട്ടുമ്പോൾ നമ്മുടെ പ്യൂരിഫിക്കേഷൻ അവിടെ തുടങ്ങിക്കഴിഞ്ഞു നടത്തും. സ്ട്രേറ്റ് അവേ നിങ്ങളൊന്നും ചെയ്യണ്ട, ഒന്നും പ്രതീക്ഷിക്കാണ്ട് നിങ്ങൾ ഭഗവാന്റെ പ്രീതി മാത്രം, ഭഗവാന്റെ ഇഷ്ടത്തിന് മാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ ആരും പറ്റില്ല. ആരെങ്കിലും വരും? എല്ലാവർക്കും ഇന്ദ്രിയങ്ങളുണ്ട്, ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്, ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളെ പിടിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, ഭഗവാന് വേണ്ടി മാത്രം യാതൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ആരും വരില്ല. അപ്പോൾ നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി അവരെ
കാര്യം മനസ്സിലാക്കി കൊടുത്തിട്ട് കൊണ്ടുവരുമ്പോൾ അത് അവര് സ്വന്തം ഇത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അത് ശരിക്കും റിലീസ് ചെയ്യാൻ പറ്റും. നമ്മൾ നിർബന്ധിച്ചാൽ അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇത് അവനോട് തോന്നി ചെയ്യുമ്പോൾ മാത്രമാണ്. ഇപ്പൊ കുട്ടിയോടെ ഒരു ദുശീലമുണ്ട്, കുട്ടിക്ക് സിഗരറ്റ് വലിക്കുന്നത്. അച്ഛൻ ചീത്ത പറഞ്ഞിട്ട് അടിച്ചും പിടിച്ചിട്ട് നിർത്തിക്കാൻ പറ്റും. എത്ര ദിവസം അച്ഛനെല്ലാ സമയത്തും കൊണ്ടും വലിക്കും. പക്ഷെ അതിൻ്റെ ആ എന്തെല്ലാമാണോ നെഗറ്റീവ് എഫക്ട്സ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടി സ്വന്തം അത് നിർത്തുമ്പോൾ പിന്നെ അത് ആ ശീലം വരില്ല. അത്ര ആ വ്യത്യാസമുണ്ട്. ഓക്കെ മതി. ഓക്കെ പ്രഭു. ഹരീഷ്. ടെക്സ്റ്റ് 2. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരസോ മയാ ഹരീഷ് പ്രഭുജി ഇത് വായിച്ചില്ലല്ലോ, എന്റെ ഭാവാർത്ഥം വായിച്ചില്ലല്ലോ. നമ്മൾ ഇത് മാത്രമേ വായിച്ചുള്ളൂ. ഇല്ല, ഭാവാർത്ഥം എവിടെ ഇതില്? മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലില്ല. ഇംഗ്ലീഷിലില്ല, മലയാളത്തിലുണ്ട് പ്രഭുജി. അല്ല, ഒരു മിനിറ്റ് കേട്ടോ. അല്ല ഉണ്ട്, ഞാൻ ഇത് എടുത്തിട്ടുണ്ടായി ചിലപ്പോ. മാറ്റിയെടുത്തതാ പ്രഭു. ഓക്കെ, പർപ്പോട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടാവും. യെസ് ഓക്കെ, റൈറ്റ് യു ആർ റൈറ്റ്. എന്റെ ഭാവാർത്ഥം ഉണ്ട്. ഞാനത് ഇത് ചെയ്യുന്നു, ഡിമാർക്ക് ചെയ്തിരുന്നു. Okay, this chapter reveals Krishna as the cause of all causes. He is even the cause of Mahavishnu, from whom the material universe emanates. Krishna is not an incarnation. He is the source of all incarnation. That has been completely explained in the last chapter. So, ഇത് യൂണിവേഴ്സൽ ഫോം ആണ് ഈ ടൈറ്റിൽ ഈ ചാപ്റ്ററിന്റെ. അപ്പോൾ അത് ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? അത് കൃഷ്ണ ഈസ് എ കോസ് ഓഫ് ഓൾ കോസ്. എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരനാണ് ഭഗവാൻ കൃഷ്ണൻ. ഈവൺ ദ കോസ് ഓഫ്, എന്താണ് പ്രഭുപാദ് എടുത്തു പറയാൻ കാരണം? ഈവൺ ദ കോസ് ഓഫ് മഹാവിഷ്ണു, ഫ്രം ഹൂം ദ മെറ്റീരിയൽ യൂണിവേഴ്സസ് എമനേറ്റ്. എന്താ പ്രഭുപാദ് അതിന് ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു തത്വം? ഈവൺ ദ കോസ് ഓഫ് മഹാവിഷ്ണു എന്താ പറയാൻ കാരണം? നമ്മൾ സാധാരണ അറിയാത്തവര് പറയും മഹാവിഷ്ണു ആണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്നുള്ളൊരു അർത്ഥത്തില്. തീർച്ചയായിട്ടും. അപ്പൊ മഹാവിഷ്ണു ആണ് ഈ ഭൗതിക ലോകത്തിന്റെ സോഴ്സ്. അപ്പൊ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ, നമുക്ക് ആധ്യാത്മിക ലോകത്തിനെ പറ്റിയിട്ടുള്ള വിവരം അധികമില്ല. വിഷ്ണു എന്നാണ് ഈ ലോകം ഇതെല്ലാം വരുന്നത്, ഈ യൂണിവേഴ്സസ് എല്ലാം വരുന്നത്. അപ്പൊ നമ്മൾ എന്താ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? He is the supreme, no doubt. But for him also there is a source. അത് നമുക്ക് ഭഗവത്ഗീത വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതും ഭഗവത്ഗീത, എല്ലാ ഭഗവത്ഗീത വായിച്ചാലും മനസ്സിലാവില്ല. അതിൻ്റെ ശരിക്കുള്ള ആ ഭാവാർത്ഥം എല്ലാവരും അതേപോലെ അല്ല കൊടുത്തിരിക്കുന്നത്. ഇത് ഭഗവാൻ എന്താണോ ആഗ്രഹിച്ചത് അത് എക്സാക്ട്ലി പ്രൂവാതെ നമുക്ക് പറയുന്നു. അഹം സർവസ്യ പ്രഭു. ഇത് പറയുന്ന ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആരെ വിചാരിക്കേണ്ടത്? അവിടെ ഭഗവാൻ കൃഷ്ണനെയാണ്, അവിടെ വിഷ്ണു അല്ല. ആ വിഷ്ണുവിൻ്റെയും സ്രോതസ് ഞാനാണെന്ന് പറഞ്ഞാൽ ആരും അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ആ സിദ്ധാന്തം അവർക്ക് ദേവരെ അറിയില്ല. കാരണം എല്ലാ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവം മഹാവിഷ്ണുവാണ്, സംശയമില്ല. പക്ഷെ ആ മഹാവിഷ്ണുവിന്റെ സോഴ്സ് കൃഷ്ണനാണെന്ന് എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത് പ്രഭുപാദം, ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. ഹീ ഈസ് ഈവൻ ദ കോസ് ഓഫ് മഹാവിഷ്ണു. കാരണം വെച്ചാൽ എല്ലാവരുടെയും തെറ്റിദ്ധാരണ മഹാവിഷ്ണു ഇസ് ദ കോസ് ഓഫ് ഓൾ കോസസ്. പക്ഷെ ഇവിടെ എന്താണ് ബ്രഹ്മാവ് സ്വയം പറയുന്നത്? ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാജ ഗോവിന്ദ സർവകാരണം ഗോവിന്ദ ഈശ്വര പരമാകൃഷ്ണ. സോഴ്സ് ഓഫ് ഓൾ കോസസ് ആരാണ്? ഭഗവാൻ കൃഷ്ണൻ, മഹാവിഷ്ണു അല്ല. മഹാവിഷ്ണു ഈസ് the plenary portion of the portion of the portion of the portion. Ete chamsha kala pumsa krishnastu bhagwan swayam. Ete cha amsha kala pumsa. Pumsa എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷൻ. ഏത് പുരുഷനാണ് അവിടെ? 3 പുരുഷാവതാരത്തിനെ പറ്റി പറയുന്നത്. ആരാണ് ഈ പുംസ? ഏതേച്ച അംശ കല. അംശ എന്ന് പറഞ്ഞാൽ പ്ലനറി പോർഷൻ, കല പറഞ്ഞ portion of the portion of the portion of the plenary portion. അതാണ് മഹാവിഷ്ണുവിന്റെ ആസ്ഥാനം. അതുകൊണ്ടാണ് ഏതേച്ചാംശ കല പുംസ. 3 മഹാവിഷ്ണു, ഗർഭസായ വിഷ്ണു, ശിരോധായ.
ഇതൊക്കെ അപ്പൊ ഇവരെല്ലാവരും അവരുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. ആരുടെ? ഭഗവാൻ കൃഷ്ണന്റെ. അതാണ് ഇവിടെ വീണ്ടും എടുത്തു പറയാനുള്ള കാരണം. ഹി ഈസ് ദ സോഴ്സ് ഓഫ് ഓൺ ഇൻകാർണേഷൻസ്. ഈസ് ദ സോഴ്സ് ഓഫ് ഓൺ ഇൻകാർണേഷൻ. ദാറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻഡ് ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ. 10th ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ് 10th ചാപ്റ്റർ? ഓപ്പുലൻസ് ഓഫ് ദ സുപ്രീം, അല്ലേ? അതല്ലേ? So now, as far as Arjuna is concerned, he says that his illusion is over. കാരണം ഭഗവാൻ എല്ലാം ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പൊ അർജുനന്റെ എല്ലാ ഇല്യൂഷനും മാറിപ്പോയി, എല്ലാ ഭ്രമവും, എല്ലാ വ്യാമോഹങ്ങളും മാറി എന്ന് പറയും. This means that Arjuna no longer thinks of Krishna as a mere human being, as a friend of his, but as the source of everything. അപ്പൊ ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോ അർജുനൻ കൃഷ്ണനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സാധാരണ ഒരു സഖ, തന്നെ ഒരു കൂട്ടുകാരൻ, അല്ലേ? അങ്ങനെയല്ല കാണുന്നത്. അപ്പോ ജസ്റ്റ് ഒരു യൂണിവേഴ്സൽ ഡിസ്പ്ലേ, ഭഗവാന്റെ ജസ്റ്റ് ഒരു യൂണിവേഴ്സൽ ഡിസ്പ്ലേ കണ്ടപ്പോ തന്നെ ഭഗവാന്റെ ആ സഖ്യഭാവത്തിൽ നിന്ന് അർജുനൻ ദാസ്യഭാവത്തിലേക്ക് വന്നു, അല്ലേ? എത്ര പെട്ടെന്നാണ് നടന്നത്? ജസ്റ്റ് സ്മോൾ ഡിസ്പ്ലേ. പക്ഷെ നേരെ മറിച്ച് വൃന്ദാവനത്തില് എന്ത് ഡിസ്പ്ലേ ചെയ്തതും കാര്യമില്ല, ഏത് ഓപ്പുലൻസ് ഡിസ്പ്ലേ ചെയ്തതും കാര്യമില്ല. അവരപ്പോഴും കാരണം എന്താണ്? ഭഗവാൻ തൻ്റെ സഖ, ഭഗവാൻ തൻ്റെ മാസ്റ്റർ, ഭഗവാൻ തൻ്റെ മകൻ, അല്ലെ? ഭഗവാൻ തൻ്റെ ലവർ, ഗോപികമാരൻ. ഇതിന്ന് അവർക്ക് വേറെ എന്ത് കാണിച്ചു കൊടുത്തത്, ഏത് യൂണിവേഴ്സൽ ഫോം കാണിച്ചു കൊടുത്തിട്ടും ഒരു കാര്യമില്ല. കാരണം എന്താണ്? എന്തുകൊണ്ടാണത്? അവർക്ക് പ്യുവർ ലവ്, അതല്ല ആ ഒരു സ്ഥാനം, അപ്പോഴേ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും. അതായത് ഭഗവാന്റെ ആ പ്രേമം, പ്രേമ കുമാർത്തോ മഹാൻ പഞ്ചമ പുരുഷാർത്ഥം, അത് സോ ഹൈ, മറ്റേ ഐശ്വര്യം എല്ലാം കാർപ്പന്റെ അടിയിൽ പോകും, അല്ലേ? ഭഗവാന്റെ ഐശ്വര്യം മുഴുവനെ കാർപ്പന്റെ അടിയിൽ പോകും. അത്രയും ഹൈ ആണ് അവരുടെ മാധുര്യം, അത്രയും ഹൈ ആണ് അവരുടെ സഖ്യഭാവം, അത്രയും ഹയറാണ് അവരുടെ വാത്സല്യഭാവം വൃന്ദാവനത്തിൽ. അതുകൊണ്ട് അവിടെ ഐശ്വര്യം വില പോവില്ല, ഐശ്വര്യം വില പോവില്ല. അപ്പൊ ദാസ്യഭാവത്തുനിന്ന് മറ്റേ അർജുനന്റെ സഖ്യഭാവത്തുനിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസ്പ്ലേ കണ്ടപ്പോഴേക്കും അവിടെ ദാസ്യഭാവത്തിൽ പോയി. അതാണ് വ്യത്യാസം. പിന്നെ അതായത് ഐശ്വര്യ ഈസ് എക്ലിപ്സ്ഡ് ബൈ മാധുര്യം, അല്ലെ? നമ്മുടെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണ സമയത്തിൽ എക്ലിപ്സ് നടക്കുന്നില്ലേ? അപ്പൊ ഇവിടെ വൃന്ദാവനിൽ അതാണ് സംഭവിക്കുന്നത്. ഭഗവാന്റെ ഓപ്പുലൻസ് എക്ലിപ്സ് ചെയ്യപ്പെടുകയാണ്. എന്ത് കാരണം? സഖ്യഭാവം, വാത്സല്യഭാവം, എസ്പെഷ്യലി മാധുര്യഭാവം. So now, as far as Arjuna is concerned, he says that his illusion is over. This means that Arjuna no longer thinks of Krishna as a mere human being, as a friend of his, but as the source of everything. Arjuna is very enlightened and is glad that he has such a great friend as Krishna. But now he is thinking that although he may accept Krishna as the source of everything, others may not. അമരേന്ദ്ര പ്രഭു ഒരു ക്ലാസ്സിൽ പറയുന്ന എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് ഒരു കിണറില് നമ്മളൊരു 2 കിലോ ഉപ്പിട്ടു, അല്ലെങ്കിൽ 10 കിലോ ഉപ്പിട്ടു, ഒരു 1000 കിലോ ഉപ്പിട്ടു. ആ കിണറിൽ വെള്ളം എന്താവും? മീഠാപ്പാനി, അല്ലെ? സ്വീറ്റ് വാട്ടർ. എന്തായിരിക്കും? ഉപ്പിന്റെ രസം. നമ്മള് അതേ ക്വാണ്ടിറ്റി നമ്മൾ സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് എന്തായിരിക്കും? സമുദ്രം ഓൾറെഡി സോൾട്ടി വാട്ടർ ആണ്. ഓക്കെ, ഇതിട്ട് കാരണം ഉപ്പ് രസം കൂടുകയില്ല, ഇല്ല? നമ്മൾ 2000 kg ഇട്ടാലും ശരി, 20,000 kg ഇട്ടാലും ശരി, സോ വാസ്റ്റ്
the ocean is so vast, you won't be able to influence that with your little salt. അതേപോലെ തന്നെ വൃന്ദാവനിലും the madhurya is so vast, so in the high position, that's the Aishwarya cannot match that. അതാണ് പറയുന്നത്. അതുകൊണ്ട് വൃന്ദാവനത്തിന് മാത്രം ഈ കളി നടക്കില്ല, ബാക്കി എല്ലാ സ്ഥലത്തും നടക്കും. ദ്വാരകയിലും മധുരയിലൊക്കെ നടക്കും. ഭഗവാനെ അതാണ് പറയുന്നത്. മധുമംഗള പറഞ്ഞില്ലേ, ഇതിപ്പോ എന്താ ഇത്, ഈ ഗോവർദ്ധൻ അത് നല്ല കഴിവൊന്നല്ല, ഇതൊക്കെ ഇങ്ങനെ പഠിക്കുന്നത്. അത് ഞാൻ ബ്രാഹ്മണനാണ്, ഞാനും ഇവിടെ മന്ത്രം ചൊല്ലുമ്പോ അത് എന്താണ് ചെയ്യുന്നത്, അതിന്റെ ഇത് കൊണ്ട് അവിടെ നിൽക്കുകയാണ് പറയുന്നു. അത് എങ്ങനെയാണോ? അപ്പൊ പതുക്കെ അയ്യല്ല, അങ്ങനെയല്ല. അത് അപ്പൊ പിന്നെ ഒന്ന് കുറച്ച് സപ്പോർട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് അവരുടെ അത് എത്ര കഴിഞ്ഞാലും എത്ര കളിച്ചാലും ശരി, അവർക്ക് ആ ഭാവത്തിന് പോകാൻ പറ്റില്ല. ഭഗവാനും അതിനെ ആഗ്രഹിക്കുന്നത് അല്ലേ? അതാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണന്റെ. ഇതൊന്നും വിഷ്ണുവിന്റെ ആ രൂപത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു റിലേഷൻഷിപ്പ്. So Arjuna is very enlightened that okay. So in order to establish Krishna's divinity for all, he is requesting Krishna in this chapter to show his universal form. Actually, when one sees universal form of Krishna, one becomes frightened like Arjuna, but Krishna is so kind that after showing it, he converts himself again into the original form. അപ്പോൾ സാധാരണ യൂണിവേഴ്സൽ ഫോം കാണുമ്പോൾ ഗാസ്റ്റ്ലി ഫോമാണത്. ഓക്കെ, ഒരുപാട് കൈകളും തലകളും നാക്കും ചെവിയും മൂക്കും കണ്ണുകളൊക്കെ ആയിട്ട് അത് നമുക്ക് ഇറ്റ്സ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ, ഓക്കെ, ബിയോണ്ട് അവർ ഫാദം. അപ്പൊ അത് കാണുമ്പോൾ സാധാരണക്കാർക്കാർക്കെല്ലാം ഈവൻ അർജുനും കൂടി പേടി. എന്നിട്ടാണ് പറയുന്നത് തിരിച്ച് ആ പഴയ രൂപത്തിൽ വന്നു, തിരിച്ച് നാരായണ രൂപം വന്നു, പിന്നെ കൃഷ്ണൻ രൂപത്തിൽ എത്തിയത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ അതാണ് യൂണിവേഴ്സൽ ഫോം കാണുന്നുണ്ട്. Actually, one sees universal form of Krishna, one becomes frightened like Arjuna, but Krishna is so kind that after showing it, he converts himself again into his original form. Arjuna agrees to what Krishna has several times said. Krishna is speaking to him just for his benefit. So Arjuna acknowledges that all this is happening to him by Krishna's grace. He is now convinced that Krishna is the cause of all causes and is present in everyone's heart as the super soul. Arjuna അത് കൺവിൻസ് ആയി. ഭഗവാന്റെ ആ ഒരു പാർഷ്യൽ റെപ്രസെന്റ് ആയിട്ടുള്ള പരമാത്മ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ആസ് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തിനും അത്രയുമുള്ള ആ ഒപ്പറൻസിലെ ഭഗവാന്റെ യൂണിവേഴ്സൽ ഫോം ഈ ചാപ്റ്ററിൽ കാണിക്കാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും ഇനി കമന്റ്സ് ഓൺ ദിസ് ഓർ ടെക്സ്റ്റുവൽ പോയിന്റ്സ്? ഭവാപ്യയോ ഹി ഭൂതാനാം ചതോ വിസ്തരസോ മയാ ത്വത്താ കമലപത്രാക്ഷ മഹാത്മ്യം അപി ചാവ്യയം. ഭവാപ്യയോ ഹി ഭൂതാനാം ശ്രുതോ വിസ്തരസോ മയാ ത്വത്താ കമലപത്രാക്ഷ മഹാത്മ്യം അപി ചാവ്യയം. മഹാത്മ്യം അപി ചാവ്യയം. സുജയ പ്രഭു മാതാജി. हरे कृष्ण प्रभु निरंतर। भवाव्ययापि हि भूतानां श्रुतौ विस्तारसो मया त्वता कमलपत्राक्ष माहात्म्यम् अपि चाव्ययम्. ഹരേ കൃഷ്ണ പ്രഭു. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്വാ കമലപത്രാക്ഷാം മാഹാത്മ്യാമപി ചാവ്യയം. ഹരേ കൃഷ്ണ. പാർവതി മാതാജി. हरे कृष्ण प्रभु जी। भवाप्ययो हि भूतानां श्रुतौ विस्तरसो मया
त्वता कमलपत्राक्ष माहात्म्यमपि चाव्ययम्. Simi Mataji. Hare Krishna Prabhu. Hare Krishna. Bhavaप्यायौ हि भूतानां श्रुत्वा विस्तारसो मया त्वत्वा कमलपत्राक्षा माहात्म्यम् अभिचाव्ययम्. Very good. Okay. And the translation, Malayalam വായിക്കും. ഹരേഷ് പ്രഭുജി. അല്ലയോ കമലാക്ഷ, ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങളെ കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടുകഴിഞ്ഞു. അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. Very good. Oh lotus-eyed one, I have heard from you in detail about the appearance and disappearance of every living entity, and have realized you are inexhaustible. അതായത് കമലാക്ഷ അല്ലേ? എന്താണ് കമലനയൻ, കമലാക്ഷ, ഭഗവാന്റെ ഓരോ പേരുകളാണ്. അപ്പൊ ഭഗവാനെ അങ്ങനെ സംബോധന ചെയ്തിട്ട് അർജുനൻ പറയാണ്, അങ്ങയിൽ നിന്നും വളരെ വിശദമായിട്ട് ഓരോരുത്തരുടെ അപ്പിയറൻസും ഡിസപ്പിയറൻസും പറ്റിയിട്ടും ഓരോ ലിവിങ് ആയിട്ടും ഓരോ ജീവജാലങ്ങളുടെയും അതിനെപ്പറ്റി ഞാൻ പഠിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല അങ്ങയുടെ ഇൻഎക്സോസ്റ്റിബിൾ ഗ്ലോറീസ്, അൺലിമിറ്റഡ് ഗ്ലോറീസ്, അതിനെപ്പറ്റും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഡിസ്പ്ലേ അർജുനന് കണ്ടപ്പോ അർജുനൻ സഖ്യഭാവത്ത് നിന്ന് ദാസ്യഭാവത്ത്. അതേപോലെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ദേവകി മാത, മധുരയില് ദേവകി മാത, അതായത് കംസനെ ഈ ചെറിയ 10 വയസ്സുള്ള അതായത് കൃഷ്ണ ബലറാം 100,000 എലിഫന്റിന്റെ ശക്തിയുണ്ട് ഇത്ര കംസന്. ഇത്ര 100,000 എലിഫന്റ്സിന്റെ ശക്തിയുണ്ട്. ആ കംസനെ മുടി പിടിച്ച് വലിച്ചയച്ച് കൊടുന്നിട്ട് വധിച്ചില്ലേ? എന്തുകൊണ്ടാണ് മുടി പിടിച്ച് കൊടുന്നത്? കാരണം മുടി പിടിച്ചിട്ടാ കൊടുന്നത്. ദേവകിയുടെ മുടി. ദേവകി ഏതാമാം പ്രപദ്യന്തി അല്ലേ? ദേവകിയുടെ തന്റെ അമ്മയുടെ വിവാഹ ദിവസത്തിൽ മുടി പിടിച്ചിട്ടാണ് കംസൻ കൊല്ലാൻ തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ റിവഞ്ച് മുടി പിടിച്ചിട്ട് കൊണ്ടിട്ടാണ്. അപ്പൊ ഉടനെ ഇത് കണ്ട ഉടനെ ആ വാത്സല്യഭാവത്തിൽ നിന്ന് ദാസ്യഭാവത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ ദേവകി മാത. ഇത് കണ്ട ഉടനെ അതുവരെ എന്താണ് തന്റെ മകൻ എന്നുള്ള ഒരിതായിരുന്നു. ഇത് കണ്ട ഉടനെ പോയി അവിടെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവിടെ ആ റിലേഷൻഷിപ്പ് മാറി. എങ്ങനെ അർജുനന്റെ ആ ബന്ധം സഖ്യഭാവത്തിൽ നിന്ന് ദാസ്യഭാവം, അതേപോലെ ദേവകി മാതാവിന്റെയും ആ വാത്സല്യഭാവത്തിൽ നിന്ന് ദാസ്യഭാവത്തിലേക്കും. So Arjuna addresses Lord Krishna as lotus-eyed. Krishna's eyes appear just like the petals of lotus flower. Out of his joy, for Krishna has assured him in a previous chapter, Aham Krishnasya Jagada Prabhava Pralayasthatha. I am the source of the appearance and disappearance of the entire material manifestation. അപ്പോ ഭഗവാനാണ് അതിന്റെ സോഴ്സ്. ഭഗവാൻ ഡയറക്റ്റ്ലി ഇടപെടുന്നില്ലെങ്കിൽ കൂടിയിട്ട് സോഴ്സ് ഭഗവാനാണ്. ഭഗവാന്റെ ഒരുപാട് ഏജൻസ് ഉണ്ട്. ആ ഏജൻസ് ത്രൂ ആണ് ഇതിന്റെ അപ്പിയറൻസും ഡിസപ്പിയറൻസും മാനിഫെസ്റ്റേഷനും അൺമാനിഫെസ്റ്റേഷനും ഒക്കെ നടക്കുന്നത്. ഭഗവാൻ അറിയാണ്ട് നോട്ട് ഈവൻ എ ബ്ലേഡ് ഓഫ് ഗ്രാസ് മൂവ്. എല്ലാം ഭഗവാന്റെ അതോറിറ്റി കൂടി അവിടെ നടക്കുന്നുള്ളൂ. സോ അർജുന ഹേർഡ് ഓഫ് ദിസ് ഫ്രം ലോർഡ് ഇൻ ഡീറ്റെയിൽ. അർജുന ഫർദർ നോസ് that in spite of his being the source of all appearances and disappearances, he is aloof from them. അല്ലേ? ഞാൻ പറഞ്ഞ പോലെ ഭഗവാൻ അതില് ഇടപെടുന്നില്ല. he is totally aloof, although he is the source. Directly ഭഗവാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ല. ജസ്റ്റ് ലൈക്ക് ഗവൺമെന്റ് ഓഫീസേഴ്സ്, മുനിസിപ്പാലിറ്റി ഓഫീസേഴ്സ്, കോർപ്പറേറ്റ് ഓഫീസേഴ്സ്, പഞ്ചായത്ത്, ബാക്കി ഒരുപാട് ഗവൺമെന്റ് ഓഫീസ് ഉണ്ട്. ഇവിടെ ഒന്നും ഒരു മിനിസ്റ്ററും ഡയറക്ട്ലി വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിന്റെ റെസ്പെക്റ്റീവ് പോർട്ട്ഫോളിയോ ഉള്ള ഒരു മിനിസ്റ്ററും അവിടെ ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ ആദർശപ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം ആ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. പേഴ്സണലി അവിടെ പ്രസന്റ് എങ്കിലും the governance is done by their instruction, by following their instruction. അതേപോലെ തന്നെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും
ഭഗവാൻ തന്നെ ഏജൻസ് നടത്തി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹീസ് aloof ഫ്രം ദം. ഹീസ് നോട്ട് ഡയറക്ട്ലി മൈക്രോ മാനേജ്മെന്റ് നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഹീസ് aloof ഫ്രം ദം. ആസ് ദ ലോർഡ് ഹാസ് സെഡ് in the 9th chapter, he is all pervading, yet he is not personally present everywhere. He is all pervading. He is all pervading as his partial representative, Paramatma. He is there, yet he is not personally present. ഞാൻ പറഞ്ഞ പോലെ governance is there. Governance is under the instruction of the governor, but governor is not physically present there. ഭഗവാൻ സ്വയം അവിടെ വരുന്നില്ല. ദാറ്റ് ഈസ് ഇൻകൺസീവബിൾ opulence of Krishna, which Arjuna admits that he has thoroughly understood. അതാണ് അർജുനൻ പറയുന്നത് ഭഗവാന്റെ ഇൻകൺസീവബിൾ opulence, അചിന്ത്യമായിട്ടുള്ള ആ ഐശ്വര്യം. അതാണ് അർജുനൻ പറയുന്നത് എനിക്ക് മനസ്സിലായി, നന്നായിട്ടും മനസ്സിലായി എന്നുള്ളത്. സോ ടെക്സ്റ്റ് 3 എന്തെങ്കിലും വല്ലതും ഉണ്ടോ? നിങ്ങൾ നമ്പർ 3 ഏവമേതത് യഥാ തത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടും ഇച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഏവമേതത് യഥാ തത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടും ഇച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. പാർവതി മാതാജി. एवम् एतद्यथा तत्त्वम् आत्मानं परमेश्वर द्रष्टुमिच्छामि ते रूपम् ऐश्वरं पुरुषोत्तमा. സിമി മാതാജി. एवमेतत् यथा तत्त्वम् आत्मानं परमेश्वर द्रष्टुमिच्छामि ते रूपम् ऐश्वरं पुरुषोत्तमा. വെരി ഗുഡ്. അർച്ചന മാതാജി. Hare Krishna Prabhuji. ഹരേ കൃഷ്ണ. Evamedatyata yata tattvam atmanam parameshwara drishtamishyami te rupa maishwaryam purushottama. വെരി ഗുഡ്. രൂപേശ്വരി മാതാജി. Hare Krishna Prabhu. Evam etadyathā tattvam atmanam parameshwara drishtumiच्छामि te rupam aishwaryam purushottamam. ട്രാൻസ്ലേഷൻ വായിക്കട്ടെ. ഹേ പരമപുരുഷോത്തമ, ഹേ പരമ്പൊരുളെ, അങ്ങ് തന്നെ സ്വയം വിവരിച്ചതുപോലെയുള്ള കേൾക്കുന്നില്ല മാതാജി? കേൾക്കുന്നില്ലേ? ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ ഓക്കെ. ഹേ പരമപുരുഷോത്തമ, ഹേ പരമ്പൊരുളെ, അങ്ങു തന്നെ സ്വയം വിവരിച്ചതുപോലെയുള്ള അവിടുത്തെ യഥാർത്ഥമായ സ്ഥിതിയിൽ ഞാൻ അങ്ങേ എന്റെ മുന്നിൽ കാണുന്നുവെങ്കിലും ഈ വിശ്വ ആവിഷ്കാരത്തിലെങ്ങും അങ്ങ് ഉൾച്ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അങ്ങയുടെ അപ്പം എനിക്ക് കാണാം. Very good. O greatest of all personalities, O supreme form, though I see you here before me in your actual position, as you have described yourself, I wish to see how you have entered into the cosmic manifestation. I want to see that form of yours. So, ഈ കോസ്മിക് ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് അങ്ങ് പ്രവേശിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഭഗവാനോട് അർജുനൻ പറയാണ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ പേഴ്സണാലിറ്റീസ്, സുപ്രീം പേഴ്സൺ, ദോ ഐ സീ യു ഹിയർ ബിഫോർ മീ ഇൻ യുവർ ആക്ച്വൽ പൊസിഷൻ. അതായത് ഭഗവാൻ കൃഷ്ണന്റെ ആക്ച്വൽ പൊസിഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇനി എന്താ ഞാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്ത് പ്രപഞ്ചത്തില് അങ്ങ് എൻ്റർ ചെയ്തിരിക്കുന്നത് അത് കാണിച്ചു തരാനുള്ള ആഗ്രഹമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. The Lord said that because he entered into the material universe by his personal representation, the cosmic manifestation has been made possible and is going on. Now, as far as Arjuna is concerned, he is inspired by the statements of Krishna, but in order to convince others in the future who may think that Krishna is an ordinary person, okay, Arjuna decides to see him actually in his universal form, to see
how he is acting from within the universe, although he is apart from it. അർജുന് മനസ്സിലായിട്ടുണ്ട്, അർജുന് വിശ്വാസമുണ്ട്. പക്ഷെ ഭാവിയിലെ ആൾക്കാർ സംശയിക്കും. ഭഗവാൻ കൃഷ്ണൻ ഓർഡിനറി ആണ്, അർജുനെ പോലെ നമ്മളെ പോലെ ഒരാളാണ്. എങ്ങനെ വിശ്വസിക്കും? ഇത് ആ പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒപ്പുലൻസ് കാണണ്ടേ? അപ്പൊ അതിനാണ് വിരാട് രൂപം, യൂണിവേഴ്സൽ ഫോം കാണിക്കാൻ വേണ്ടി പറയുന്നത്. ഇത് സംശയം തോന്നാൻ വേണ്ടില്ല. ദിസ് കൃഷ്ണ ആൻഡ് ദ പേഴ്സൺ ഹു ഹാസ് എന്റേർഡ് ദ യൂണിവേഴ്സ് ഈസ് ദ സെയിം, വൺ ആൻഡ് സെയിം. അത് നമ്മൾ അങ്ങനെ ആ ഭയാനകമായിട്ടുള്ള അത്രയും വലിയ ജൈജാന്റിക് ആയിട്ടുള്ള ഫോം കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശ്വാസം വരും. അല്ലാണ്ട് ഈ സാധാരണത്തെ ഫോം കാണുമ്പോൾ, ആക്ച്വൽ ഫോം കാണുമ്പോൾ അർജുന് മനസ്സിലായി, പക്ഷെ സാധാരണക്കാർക്ക്, നമ്മളെപ്പോലുള്ളവർക്ക് സംശയം തോന്നും, അതാണോ? അപ്പൊ ഇത് കാണിച്ചു തന്നാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും വിശ്വാസം വരും. അതുകൊണ്ടാണ് അർജുൻ പറഞ്ഞത് യൂണിവേഴ്സൽ ഫോം കാണിക്കണം. Arjuna's addressing the Lord as Purushottama is also significant. Since the Lord is the supreme personality of God, Purusha Uttama, Uttama Purusha, Purushamarlu Uttaman. He is present within Arjuna himself. Therefore, he knows the desire of Arjuna, and he can understand that Arjuna has no special desire to see him in the universal form. For Arjuna is completely satisfied to see him in his personal form of Krishna. അതായത് ഭഗവാൻ എല്ലാവരും ഹൃദയത്തിലുണ്ട്, അപ്പോൾ അർജുനന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് അർജുനന്റെ ഹൃദയത്തിൽ എന്താണെന്ന് ഭഗവാന് അർജുനൻ പറയാതെ തന്നെ മനസ്സിലാവും. അർജുനൻ പറയേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഭഗവാൻ അറിയാം. കാരണം പരമാത്മാവായിട്ട് നമ്മളുടെ ആത്മാവിന്റെ കൂടെ എപ്പോഴും വസിക്കുന്ന ആരാണ്? ഭഗവാൻ തന്നെയുണ്ട്. അപ്പോ നമ്മള് ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് ഭഗവാൻ അറിയാം, നമ്മൾ പറയാതെ തന്നെ അറിയാം. So and he can understand that Arjuna has no special desire to see him in his universal form. For Arjuna is completely satisfied to see him in his personal form as Krishna. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഭഗവാൻ നന്നായിട്ട് മനസ്സിലായി. But the Lord can understand also that Arjuna wants to see the universal form to convince others. Arjuna did not have any personal desire for confirmation. അതായത് കൺഫേം ചെയ്യണം, അതുകൊണ്ട് വിരാട് രൂപം കാണണം. അതായത് ഈ കൃഷ്ണൻ തന്നെയാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, പുരുഷോത്തമൻ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അർജുനന്റെ ആഗ്രഹം എന്താണ്? മറ്റുള്ളവർക്ക് ഇത് കൺവിൻസ് ആവണമെങ്കിൽ വിരാട് രൂപം കാണിച്ചു കൊടുക്കണം. അതാണ് അർജുനന്റെ ആഗ്രഹം. So Krishna also understands that Arjuna wants to see the universal form to set a criterion. For in the future there will be so many imposters would pose themselves in incarnation. അപ്പൊ അർജുനന്റെ അത് മാത്രമല്ല, ഫ്യൂച്ചറിൽ വല്ലവരും ക്ലെയിം ചെയ്യാണ് ഞാൻ ഭഗവാനാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഭഗവാനാണെങ്കിൽ യൂണിവേഴ്സൽ ഫോം കാണിച്ചു തരും. എന്താ പ്രശ്നം? വിശ്വസിക്കണമെങ്കിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയൻ കൂടി വെക്കണം അവിടെ. നാളെ ആരെങ്കിലും ഫാൾസ് ക്ലെയിം കൊണ്ടുവരും. അപ്പൊ അവിടെ ഒരുപാടുണ്ട് ഇമ്പോസ്റ്റേഴ്സ്. ഐ എം ആൾസോ ഗോഡ്, ഈസ് ആൾസോ ഗോഡ്. ഓക്കെ, എനിക്ക് കുറെ മിസ്റ്റിക് പവർ ഉണ്ട്, അപ്പൊ അത് കുറെ പ്രദർശനം ചെയ്തിട്ട് ഞാനും ഭഗവാനാണ്. ഒരുപാട് അങ്ങനത്തെ ഭഗവാന്മാരിപ്പോ പൊട്ടിമുളക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട്, അതിൽ ആ ട്രാപ്പിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ പറഞ്ഞത് കാണിക്കൂ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും കൂടിയിട്ട്, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഷോ യുവർ വിരാട് രൂപ, യൂണിവേഴ്സൽ ഫോം, എന്നാൽ ഞാൻ വിശ്വസിക്കാം. അതേപോലെ നമ്മളോട് വല്ലവരും പറയും ഞാൻ ഭഗവാനാണ്. ഓക്കെ, ഇഫ് യു ആർ ഭഗവാൻ, നോ പ്രോബ്ലം, ഷോ ആ വിരാട് രൂപം കാണിച്ചു തരൂ. ഓക്കെ, അല്ലെങ്കിൽ ഗോവർദ്ധൻ എന്ന് പൊക്കിച്ച് കാണിച്ചു തരൂ, എന്നാൽ വിശ്വസിക്കാം. അതാണ് ഭഗവാൻ ഇവിടെ അർജുനൻ പറയുന്നത്, ടു സെറ്റ് എ ക്രൈറ്റീരിയ. ഫോർ ഇൻ ദ ഫ്യൂച്ചർ ദർ വുഡ് ബി സോ മെനി ഇമ്പോസ്റ്റേഴ്സ് who would pose themselves as incarnation of God. The people therefore should be careful. One who claims to be Krishna should be prepared to show the universal form, confirm his claim to the people. അപ്പൊ വെറുതെ എങ്ങനെ വായിച്ചപ്രാച്ചി പറഞ്ഞിട്ട് നിന്നാ പോരാ, should be able to show also. ഭഗവാൻ ആണെങ്കിൽ കാണിച്ചിരിക്കും, അല്ലെങ്കിൽ നമുക്കറിയാം ഈസ് എ സ്യൂഡോ ഇമ്പോസ്റ്റർ, നമുക്ക് മനസ്സിലാക്കും. അപ്പൊ നമ്മളെ ചതിക്കാൻ പറ്റില്ല. കാണിച്ച ഒരുപാട് മിസ്റ്റിക് യോഗീസ് ഉണ്ട്, തൻ്റെ പേരും പ്രശസ്തിക്കും മറ്റുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ അത് പ്രദർശിപ്പിക്കും. ശരിക്കും ഡിവോട്ടി ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല.
ഒരു ഡിവോട്ടിയാണ്, ഭക്തനാണ്, അവര് അതിനുള്ള ശരിക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കും ഭഗവാനെ പ്രാപിക്കാനുള്ളത്. തൻ്റെ സ്വന്തം പേരും പ്രശസ്തിക്കും പൂജ പ്രതിഷ്ഠയ്ക്കാണെങ്കിൽ എന്നാൽ അവരങ്ങനെ ഓരോ കാര്യങ്ങൾ കബളിപ്പിക്കാൻ തുടങ്ങും. അവരുടെ ഭൗതികമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ തൻ്റെ സോക്കോൾ ഭക്തന്മാർ ത്രൂ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തെങ്കിലും ഇതിലെ ഇല്ല പ്രഭുജി, അടുത്ത ശ്ലോകം കൂടെ തീർക്കാം. അത് കഴിഞ്ഞാൽ അങ്ങനെ ഭഗവാൻ അങ്ങനെ ഒരുപാട് ചതി നമ്മളെ ഒരാളും വിശ്വസിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. പലതും പറഞ്ഞ ഒരു സ്റ്റോറി ഓർമ്മ വന്നാണ്. സിംഹം കാട്ടില് ഉണ്ടായിരുന്നു. അപ്പൊ സിംഹം രാജാവുണ്ടോ, കാട്ടില് രാജാവുണ്ട്. അപ്പോ സിംഹത്തെ ഓരോ ദിവസം ഓരോ ആൾക്കാരെ ഏൽപ്പിക്കും, ഇന്നത്തെ ഭക്ഷണം നീയാണ് കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഒരു ദിവസം പറഞ്ഞു, നരിയെ വിളിച്ച് പറഞ്ഞു, ഇന്ന് എനിക്ക് ഭക്ഷണം കൊണ്ട് നല്ല ജോലിയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കും, പ്രസാപാക്കും. നരി കുറച്ച് സ്മാർട്ടാണ്. നരി ചെന്നിട്ട് ഒരു കഴുതയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സിംഹം വിളിക്കുന്നുണ്ട്, തന്നെ രാജാവാക്കാനാണ് വിചാരിക്കുന്നത്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോ കഴുതല്ലേ പെട്ടെന്ന് വിശ്വസിക്കും, കാരണം നമ്മളിപ്പോ എല്ലാം ആണോ കുറച്ച് കുറവാണ്. അപ്പൊ ശരി വരാന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ടേയിട്ട് ചെന്ന് സിംഹത്തിന്റെ അവിടെ ചെന്ന് ഉടനെ സിംഹം ചാടി വീണു. എന്ത് ചെയ്തു? 2 ചെവിയും കടിച്ചു തിന്നു. അപ്പൊ കഴുത ഓടി. അപ്പൊ നരി പിന്നാലെ ഓടി. എന്തിനാ ഓടുന്ന? പേടിക്കണ്ട, എന്തിനാണ് 2 ചെവിയും കടിച്ചത്? അതായത് നമുക്ക് കിരീടം വെച്ച് തരാൻ വേണ്ടിയിട്ട് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ ഈ 2 ചെവി, അതുകൊണ്ടാണ് ആ ചെവി കടിച്ചത്. അതുകൊണ്ട് കിരീടം വെക്കണമെങ്കിൽ അത് നല്ല സ്മൂത്ത് ആയിട്ട് പോണ്ടേ, ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ പാടില്ലല്ലോ. ഓ അങ്ങനെയാണോ, ശരി ഞാൻ വരാൻ പറഞ്ഞു. പോയി, വീണ്ടും കൊണ്ടുപോയി സിംഹത്തിന്റെ അവിടെ ചെന്നു. സിംഹം വീണ്ടും ചാടി വാല് കടിച്ചത്. അപ്പം വീണ്ടും ഓടിയപ്പോ വീണ്ടും നരി പിന്നാലെ ഓടി. പേടിക്കണ്ട, നിനക്ക് ആ സിംഹാസനം ഇരിക്കുന്ന ഈ വാല് ഉണ്ടാകുമ്പോ എങ്ങനെ ശരിക്കും ഇരിക്കാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് വാല് കടിച്ചാന്ന് പറഞ്ഞു സിംഹം. അപ്പൊ വീണ്ടും വിശ്വസിച്ചു, കഴുതയെ വീണ്ടും കൊണ്ടുപോയപ്പോ വീണ്ടും അത് കംപ്ലീറ്റ് ചാടി എല്ലാം കംപ്ലീറ്റ് കഴിക്കാൻ തുടങ്ങിയപ്പോ അതിന്റെ ഇടയിൽ നരി എന്ത് ചെയ്തറിയോ? നരി അതിന്റെ നല്ല ഭാഗം എന്താണ് തലച്ചോറ് തലച്ചോറ് ബ്രെയിൻ പാട്ട് കഴിക്കാൻ തുടങ്ങി. സിംഹം കണ്ടില്ല. അപ്പൊ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ തലച്ചോറ് എവിടെ? അപ്പൊ നരി പറഞ്ഞു, തലച്ചോറ് അതിനില്ല, തലച്ചോറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കേൾക്കോ, അതിന്റെ കൂടെ വരും. അത് ഇവിടെ ആശാൻ അടിച്ചു മാറ്റി നരി. അതേപോലെ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ ഭഗവാനാണ് എവിടെ കേട്ടപ്പോ ഓർമ്മ വന്നാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ അങ്ങനത്തെ തലച്ചോറില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അത് ഭഗവാനാണ്, ഇത് ഭഗവാൻ. ഓക്കെ, എന്തെങ്കിലും? ഹരിബോൾ പ്രഭു, നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥ പ്രഭു. ഹരിബോൾ. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 4. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടം ഇതി പ്രഭോ യോഗേശ്വരാ തതോ മേ ത്വം ദർശയാത്മനം അവ്യയം. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടം ഇതി പ്രഭോ യോഗേശ്വരാ തതോ മേ ത്വം ദർശയാത്മനം അവ്യയം. പ്രഭു മാതാജി. മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടൂമിതി പ്രഭോ യോഗേശ്വരാ തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ഹരേ കൃഷ്ണ പ്രഭു. മന്യസേ യദി തച്ഛക്യം
मया दृष्टुम् इति प्रभो योगेश्वर ततो मे त्वं दर्शयात्मानमव्ययम्. हरे कृष्ण प्रभु. Simi Mataji. मन्यसे यदि तच्छक्यं मया द्रष्टुमिति प्रभो योगेश्वरात् ततो मे त्वं दर्शयात्मानमव्ययम्. I will. Archana Mataji. Hare Krishna Prabhuji. Hare Krishna. मन्यसे यदि तदा चैक्यं माया द्रष्टुमिति प्रभो योगेश्वरात् ततो मे त्वं दर्शयात्मानमव्ययम्. I will. Parvati Mataji. मन्यसे यदि तच्छक्यं मया दृष्टुमिति प्रभो योगेश्वरा ततो मे त्वं दर्शयात्मानमव्ययम्. Okay, Robeshri Mataji in the translation. പ്രഭു, അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ, അല്ലയോ സർവയോഗേശ്വര, ദയവായി ആ നിസീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണമേ. Same Vishnu. If you think that I am able to behold your cosmic form, O my Lord, O Master of all mystic power, then kindly show me that unlimited universals. ഭഗവാനോട് പറയാണ്, റിക്വസ്റ്റ് അപേക്ഷിക്കുകയാണ്. അതായത് അങ്ങയുടെ ഈ വിശ്വരൂപം എനിക്ക് ഉൾക്കൊള്ളാൻ, കാണാനുള്ള ആ ഒരു കരുത്ത്, പ്രാപ്തി അല്ലെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തന്നാലും. അൺലിമിറ്റഡ് യൂണിവേഴ്സൽസ്, നിസ്സീമമായിട്ടുള്ളത് അല്ലേ. Then kindly show me that unlimited universal self. It is said that one can neither see, hear, understand, nor perceive the Supreme Lord, Krishna, by the material senses. ഭഗവാന്റെ വിശ്വരൂപം ഈവൻ ലോർഡ് ജീസസിനോട് പറയുന്നുണ്ട്, കാണിച്ചുതരാം. അപ്പോ യു കാൺ, എന്താ പറയാ, ഇവിടെ പറഞ്ഞ പോലെ യു കാൺ ബിഹോൾഡ് ഇറ്റ്. ജീസസ് പറയുന്നുണ്ട്, യു കാൺ വിത്ത്സ്റ്റാൻഡ് ഇറ്റ്. അത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്രയും പ്രഭ, അത്രയും തേജസ് ആണ്. വി കനോട്ട് സീ. അപ്പൊ ആ ജ്യോതി മാത്രം രൂപം കണ്ടാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ബിഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് നോ വൺ ക്യാൻ നീദർ സീ, ഹിയർ, അണ്ടർസ്റ്റാൻഡ് നോർ പെർസീവ് ദ സുപ്രീം ലോർഡ് വിത്ത് അവർ മെറ്റീരിയൽ സെൻസസ്, by the material senses. But if one is engaged in loving transcendental service to the Lord from the beginning, then one can see the Lord by revelation. ഈ വിശ്വരൂപം ആരൊക്കെ കണ്ടു? ആരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും? അർജുനൻ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ ആരാ കണ്ട്? സഞ്ജയൻ കണ്ടിട്ടുണ്ടായിരുന്നു. സഞ്ജയൻ കണ്ടിട്ടുണ്ട്, യെസ്. പിന്നെ ആരൊക്കെ ഉണ്ട്? ഭീഷ്മപിതാവ് കണ്ടായിരുന്നു, എനിക്കറിയില്ല. ബാക്കി എല്ലാരും നിശ്ചലരായി നിൽക്കായിരുന്നല്ലേ പ്രഭുജി? എക്സ്പ്ലിസിറ്റ്ലി കണ്ടിട്ടില്ല. പിന്നെ ഒരാള്, തേരിലൊരാളുണ്ട്, അദ്ദേഹം കണ്ടു. പ്രഭു എല്ലാം നേരിട്ട് കണ്ട ഒരു യെസ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക പേര് പ്രഭു, എന്തോ ഒരു പ്രത്യേക പേര് പ്രഭു. കൃഷ്ണ ഭീമന്റെ പൗത്രൻ. അതെ തന്നെ. യെസ്, എന്താ പ്രഭുജി? ബാർബറിക്കാണ്. ആ, ബാർബറിക്. ഹരി ഹരി. പിന്നെ ഹനുമാൻ കണ്ടിട്ടുണ്ട്. ഹനുമാൻ എവിടുന്ന കണ്ട്? രഥത്തിന്റെ മുകളിലുള്ള കൊടിയുടെ വിക്ടറി ഫ്ലാഗ്. ഹനുമാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഡെമിഗോഡ്സ് കണ്ടിട്ടുണ്ട്. അവര് പുഷ്പ വർഷം ചെയ്യുന്നുണ്ട്. എക്സ്പ്ലിസിറ്റ്ലി ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഭീഷ്മ പിതാമഹനും കണ്ടോ? എക്സ്പ്ലിസിറ്റ്ലി അറിയില്ല, പക്ഷെ അവർക്ക് കാണാൻ അവരും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. പക്ഷെ എക്സ്പ്ലിസിറ്റ്ലി പ്രവാദ പർപ്പോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിലുണ്ട്, ഓർമ്മയില്ല എനിക്ക് എക്സാക്ട്ലി ആരൊക്കെയാണ്. അവർക്ക് കണ്ടായിരിക്കും, ഡെമിഗോഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. So, but if one is engaged in loving transcendental service to the Lord from the beginning, then one can see the Lord by revelation. Every living entity is only a spiritual spark. There is
Therefore, it is not possible to see or to understand the Supreme Lord. Arjuna, as a devotee, does not depend on his speculative strength. Rather, he admits his limitation as a living entity and acknowledges Krishna's inestimable position. സാധാരണ ഭക്തന്മാര് എന്താണോ ആചാര്യന്മാര്, ഗുരുജനങ്ങള്, അവരെന്താണ് പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്യും. അതിന് നമ്മൾ തർക്കിക്കില്ല. അത് വേദവാക്യമാണ്. ഇവിടെ ഭഗവാന്റെ ഗുരുവായിട്ട് ആരാണുള്ളത്? സ്വയം ഭഗവാൻ. അവിടെ തർക്കിക്കുന്നില്ല. ഒരു സമയം ഉണ്ടായിരുന്നു ഭഗവാൻ, അത് അർജുനൻ കുറച്ച് സംവാദമൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ അല്ലെ, ഒരുപാട്. അതായത് ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നത് വരെ കാർപ്പണ്യദോഷവും, എസ്പെഷ്യലി ആദ്യത്തെ ചാപ്റ്ററിലും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുവരെ ചോദ്യം ചോദിച്ചു. പിന്നീട് ഭഗവാനെ ഗുരുവായി സ്വീകരിച്ചു. അതിനുശേഷം ഭഗവാൻ പറയുന്നത് വേദവാക്യം. അപ്പോ ഭഗവാന്റെ ഇൻഎസ്റ്റിമബിൾ പൊസിഷനെ പറ്റിയിട്ട് ഭഗവാൻ പറയാം. ഈ അഡ്മിറ്റ്സ് ഹിസ് ലിമിറ്റേഷൻസ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നതാണ് വേദവാക്യം. ഭഗവാൻ പറയുന്നത് അതേപോലെ പറയാം. നമ്മളുടെ ചില ഈ ടൈനി ബ്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പ്രഭാത എപ്പോഴും പറയുന്നത് ദിസ് ടൈനി ബ്രെയിൻ. Don't use your tiny brain. Just follow what the Acharya says, what the Parampara says. Arjuna could understand that for a living entity, it is not possible to understand the unlimited infinite. Okay? Unlimited ആയിട്ടുള്ള ആ ഭഗവാനെ നമുക്ക് നമ്മളുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. If the infinite reveals himself, then it is possible to understand the nature of the infinite by the grace of the infinite. Okay? ഭഗവാൻ സ്വയം അത് നമുക്ക് വെളിപ്പെടുത്തി തരണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കണം. The word Yogeshwara is also very significant here because the Lord has inconceivable power. If he likes, he can reveal himself by his grace, although he is unlimited. ഭഗവാൻ നമുക്ക് തരണം, ആ അറിവ് തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ അത് നമുക്ക് മനസ്സിലാക്കി തരും. അല്ലെങ്കിൽ എന്ത് നമ്മുടെ തലകുത്തി പറഞ്ഞാലും ശരി, ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. Therefore, Arjuna pleads for the inconceivable grace of Krishna. If you so desire, if you think that I can behold, then please show me that. അതാണ് പറയുന്നത്. He does not give Krishna orders. ആദ്യമൊക്കെ ഓർഡർ കൊടുത്തിരുന്നു അല്ലേ? രഥം സ്ഥാപയതയോ അച്യുത, അവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. ഹലോ, ഈ രഥം അവിടെ കൊണ്ട് നിർത്തിയാൽ അവിടെ ഓർഡർ കൊടുത്തിരുന്നു. പിന്നീട് ഓർഡർ അപേക്ഷയിലേക്ക് മാറി, ദാസ്യഭാവത്തിലേക്ക് വന്നു. Krishna is not obliged to reveal himself unless one surrenders fully in Krishna consciousness and engages in devotional service. Thus, it is not possible for persons to depend on the strength of their mental speculation to see Krishna. അതുകൊണ്ട് നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട്, സ്വന്തം ബലം കൊണ്ട്, സ്വന്തം അറിവ് കൊണ്ട്, സ്വന്തം സ്കോളർഷിപ്പ് കൊണ്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. എത്ര വലിയ ഫിലോസഫർ, എത്ര വലിയ പണ്ഡിതനായാലും ശരി, സംസ്കൃതത്തിന്റെ പണ്ഡിതനാ പറയില്ലേ, is a philosopher, is a scholar, is this, that, PhD ഉണ്ട്, പോസ്റ്റ് ഡോക്ക് ഉണ്ട്, അതുണ്ട്, അതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ സബ്മിഷൻ, സറണ്ടറൻസ് ആൻഡ് ദെൻ സെർവ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ പ്രീതിപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ നമുക്ക് വെളിപ്പെടുത്തി തരുള്ളൂ, ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും. So this is number 4. So Vancha Kalpatarubhesya Kripa Sindhubhyo cha Patitanam Pavanebhyo Vaishnavebhyo. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद हरे कृष्णा.